എന്ന് പറയുമ്പോൾ ഒരുമിച്ച് പാടി സന്തോഷിക്കുകയും ധൈര്യവും ബലവും പ്രാപിക്കുകയും വിശ്വാസം വർദ്ധിക്കുകയും. പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതികൂലത്തെ നോക്കിക്കൊണ്ട് ദൈവം ഇതിൽ നിന്ന് തന്നെ വിടുവിക്കുമെന്ന് പറയുന്ന വ്യക്തി അത് വിടുതലെടുക്കും. ഇതിൽ നിന്ന് പിന്നെയും അതിൽ തന്നെയായി കഷ്ടത്തിലായി വേദനയായി അതിഭയാനകമായ സങ്കടങ്ങളിൽ അകപ്പെട്ടു. എങ്ങനെ രക്ഷപ്പെടുന്നത് നോക്കിയിട്ട് ഒരു നിവൃത്തിയില്ലെന്ന് മനസ്സും നെറ്റിയും ചുളിച്ച് പറഞ്ഞാൽ അത് കുഞ്ഞു. ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെടുമെന്ന് പറഞ്ഞ ദൈവം വിടുതൽ തന്നെ. ഈ സഹോദരിയുടെ ഭർത്താവ് ഓട്ടോ ഡ്രൈവറാണ്. ഒരു വളരെ 5 മണിക്ക് മുമ്പേ എണീറ്റ് ഓടാൻ പോയാണ് ജീവിതം നടക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കാനിങ്ങിനും ട്രീറ്റ്മെന്റിനും ഒക്കെ 2 കുഞ്ഞുങ്ങൾക്കും പ്രയാസമാണ്. വലിയ പൈസകളും വലിയ ചെലവുകളും. കഴിഞ്ഞ ആഴ്ച ഈ സഹോദരി ഇവിടെ ചുറ്റിക്കറങ്ങി ആരാധനയ്ക്ക് വരാൻ ഇവര് തെറ്റിപ്പോയി. യൂബർകാരെ വിളിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മളറിയാം കുഞ്ഞിനെ പോകുന്നത് നമ്മളറിയാം വീട്ടിൽ ചെന്ന് പറ്റിയില്ലെന്ന് കിടന്നു. ഈ സഹോദരി ഞങ്ങൾ ചെല്ലുന്നത് വരെ അടുത്ത വീട്ടിൽ നിന്നിട്ട് കണ്ട് കാത്തു നിന്ന് പ്രാർത്ഥിച്ചിട്ട് 18,000 രൂപ വണ്ടിയുടെ CC അടിച്ച് നിരഞ്ഞമാക്കി മുടങ്ങിപ്പോയി. അല്ലെങ്കിൽ സഹോദരൻ വരുമായിരുന്നു. അച്ഛനെ പ്രശ്നമാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നടുവിൽ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നു, വിശ്വാസത്തിൽ ഉറച്ച് യേശുവിനെ കർത്താവേ എന്റെ മുന്നിൽ വന്ന് എന്റെ ജീവിതത്തിൽ ഇടപെട്ട് എന്റെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളിൽ ഇടപെട്ട് അങ്ങ് ഈ പ്രതിസന്ധി വിട്ടത് ഈ പറയുന്നത് സത്യമാണെങ്കിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് നീ വിനയപ്പെട്ട് കരയുന്നുണ്ട്. ദൈവം ഏത് മനോഹര പ്രശ്നങ്ങളെയും മുന്നിലേക്ക് പോകുന്നതുപോലെ പരിഹാരമായി വെക്കാൻ മതിയായിരുന്നു. ഈ ഭക്തൻ പറഞ്ഞിട്ടുള്ള കാര്യം കേട്ടോ. ഒരിക്കൽ പ്രാർത്ഥിച്ചിരിക്കുകയാണ്, എനിക്ക് വിരോധമായി കൂട്ടം കൂടുന്ന 1000 സംഘത്തിന്റെ ആകെ 1000 ജനത്തെ ഞാൻ ഭയപ്പെടുകയില്ല. എനിക്ക് വിരോധമായി ദാവീദ് ഭക്തനായിരുന്നിട്ടും രാജാവായിരുന്നിട്ടും എനിക്ക് വിരോധമായിട്ടുള്ള കൂട്ടങ്ങളുണ്ടായിരുന്നു. വിരോധമായി കൂട്ടങ്ങൾ കൂടുന്ന 1000 ജനങ്ങളെ മനുഷ്യരെ ഞാൻ ഭയപ്പെടുകയില്ല. എന്താ കാര്യമെന്നറിയോ? ഞാൻ ദൈവത്തിന്റെ കരങ്ങളിലാണ്. സ്വന്തം പറയാം, എല്ലാവരും ഏറ്റു പറയുമ്പോൾ ഞാൻ ദൈവത്തിന്റെ കരങ്ങളിലാണ്. സ്വന്തം ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് അടക്കി പിടിച്ചു മറിക്കുവാൻ സാധ്യമല്ല. അത്രയ്ക്ക് ബലിട്ട കരമാണ് എന്റെ ദൈവത്തിന്റെ കരം. ആ ദൈവത്തിന്റെ ഉള്ളം കയ്യിലെ വിലയേറിയ വസ്തുവാണ് എന്നെയും നിങ്ങളെയും സൂക്ഷിച്ചിരിക്കുന്നത് ഓർക്കുമ്പോൾ എത്ര മാത്രം ധൈര്യപ്പെടും. സ്വന്തം എന്റെ കാര്യം മാത്രമല്ല, എന്റെ സകല വിഷയങ്ങളും ദൈവത്തിന്റെ കരങ്ങളിലാണ്. സ്വന്തം അതുകൊണ്ട് ഈ ഭക്തൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞാൻ വന്നിരിക്കുന്നത് ദൈവത്തിന്റെ മനോഹരത്വം കാണാനാണ്, മന്ദിരത്തിൽ ധ്യാനിപ്പാനാണ്. സ്വത്രം ഒരു കാര്യം യഹോവയോട് അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് കാര്യം? യഹോവയുടെ മനോഹരത്വം കാണുന്നു, മന്ദിരത്തിൽ ധ്യാനിക്കണം. ആയുഷ്കാലമൊക്കെ എനിക്ക് അവന്റെ കൂടാരത്തിൽ പാർക്കണം. മനസ്സിലായോ? എന്ത് പ്രതികൂലങ്ങൾ വന്നാലും എന്റെ ദൈവത്തെ വിട്ടുമാറി ഒരു പരിപാടി എനിക്കില്ല. സ്വത്രം നന്ദിയുണ്ട്. അപ്പൊ ദൈവസഭയിൽ നാം കടന്നു വരുന്നത്, എനിക്കൊരു ചേട്ടത്തി ഉണ്ടായിരുന്നു. ഈ ചേട്ടത്തി അത് സമുദായ പള്ളിയിലായിരുന്നു. CSI പള്ളി പോകും. ഞങ്ങൾക്ക് പോയാൽ ഈ ചേട്ടത്തി വരും. ചേട്ടത്തി പറയും, ഇന്ന് എനിക്ക് പുതിയ സാരി, കഴിഞ്ഞ ആഴ്ച വാങ്ങിയ സാരി ഞാൻ ഒരിക്കലും ഇട്ടോ വെള്ളം കണ്ടു, ഇനി ആ സാരി എടുത്തോണ്ട് ഞാൻ വരുന്നത്. പുതിയ സാരി വാങ്ങിച്ചു. എല്ലാ ആഴ്ചകളിലും പുതിയ സാരി എന്റെ ചേട്ടൻ വാങ്ങി കൊടുത്തു. സാരി കാണിക്കാൻ വരുന്ന ദൈവത്തെ ആദ്യത്തിൽ വന്നത് യഹോവയുടെ മനോഹരത്താൽ കാണുവാനാണ്. കാണുവാനല്ല, പള്ളി കാണാൻ വന്നവരല്ല. ദൈവം ഇവിടെ ഉണ്ടെന്നും 2 3 പേരുടെ നാമത്തിൽ എവിടെ കൂടുമോ അവിടെ ഞാനുണ്ടെന്ന് പറഞ്ഞ ദൈവസ്ഥാനത്തുമുണ്ട്. ആ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ആ ദൈവത്തിന്റെ മനോഹരത്തെ കണ്ട് സന്തോഷിപ്പോ മറ്റെവിടെ നോക്കിയിട്ട് എനിക്ക് ദുഃഖമേ ഉള്ളൂ, നെടുവെടുപ്പേ ഉള്ളൂ, നിലവിളിയേ ഉള്ളൂ. അല്ല, എന്റെ കർത്താവിന്റെ മുഖം എനിക്ക് കാണണം. ദൈവത്തിന്റെ മുഖം കണ്ടവരാരും രക്ഷിച്ചു പോയിട്ടില്ല.